ഇത് ചൈരിച്ചോറായോണ്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഊർന്നു പോകും. മാറ്റി വെച്ചത് ഇനി വണ്ടിയിലേക്ക് കയറ്റിയാൽ മാത്രം മതി. പച്ചമുളകിന്റെ വിത്താണ് ഈ നടുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നേഴ്സറിയിൽ റബ്ബർ തൈ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. 2-3 ദിവസമായി അത് തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഇന്നും തീരുമോ ഇല്ലോ എന്ന് അറിയുന്നില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ നേഴ്സറിയിലെ റബ്ബർ തൈ ബഡ്ഡിങ്, റബ്ബർ തൈ മുറിക്കല് പരിപാടി, അങ്ങനത്തെ പരിപാടിയൊക്കെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം സ്റ്റാഫ് എല്ലാവരും റബ്ബർ തൈ മുറിക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. റബ്ബർ തൈ മുറിക്കുന്നത്, റബ്ബർ തൈ ബഡ് ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ നിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഈ താഴെ ഉള്ളതെല്ലാം കട്ട് ചെയ്ത തൈകളാണ്. ഇത് മൊത്തം ഇതെല്ലാം കട്ട് ചെയ്തതാണ്. ഇത് 2-3 പേര് ചേർന്ന് ഇവിടെ ഇരുന്ന് കട്ട് ചെയ്യും തൈകൾ. എന്നിട്ട് 2 പേര് കട്ട് ചെയ്ത തൈ എടുത്ത് അകത്ത് കൊണ്ടുപോയി വെക്കും. അകത്ത് കൊണ്ടുപോയി വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഇരിക്കുന്നതെല്ലാം നമ്മൾ 2-3 ദിവസമായിട്ട് മാറ്റി വെച്ച തൈകളാണിത്. കണ്ണൂര് ഒരാഴ്ചയായിട്ട് നല്ല മഴയായതുകൊണ്ട് നമുക്ക് ഇത് എല്ലാ ദിവസവും നമുക്കിത് മഴ വരുന്ന സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. കാരണം മഴ കൊള്ളുന്നത് ഈ തണ്ടിന് അത്ര നല്ലതല്ല. അപ്പം അതുകൊണ്ട് മഴ വരുന്ന സമയത്ത് നമ്മൾ മറ്റ് പണികളൊക്കെ ചെയ്യും. നേഴ്സറിയിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാറ്. മഴ ഇല്ലാത്ത സമയത്താണ് നമ്മൾ തൈ മുറിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറുള്ളത്. ഇനിയും കുറച്ച് തൈയുടെ ബഡ് അയക്കാനുണ്ട്. ബഡ് അയച്ചിട്ട് മുറിക്കണം. ഞാൻ ബഡ് അയക്കുന്നതിൻ്റെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അവർക്ക് എത്രയാ വിത്ത് എത്ര എടുക്കാനാ? അവര് 50 ഏത്തയാ. ഒരു 50 ഏത്തയും ഞാലിയൊക്കെ എടുക്കാൻ വേണ്ടി ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഇതാണ് അവര് മാറ്റി വെച്ചായിരുന്നു വഴക്കന്ന്. ആ മാറ്റി വെച്ചത് ഇനി വണ്ടിയിലേക്ക് കയറ്റിയാൽ മാത്രം മതി. ഇത് എണ്ണി വെച്ചതാ. ചക്ക കുറച്ച് ചെറുതായിരിക്കും. പിന്നെ വേറെ 3 കൊല്ലം കൊണ്ട് കഴിക്കുന്ന നല്ല വലുതുണ്ട്. നല്ല ചക്ക, നല്ല ടേസ്റ്റും ആവും കഴിക്കാനായിട്ട്. നാടനല്ല, ബഡ്ഡാ. അതെടുക്കാം അല്ലേ? ഒന്നിനായിരിക്കും സാധനം അല്ലേ? ഗുണമുള്ളതാ ഞാൻ എടുത്തു തരുന്നത്. നമുക്കിതിനെ പറ്റി അറിയില്ല. ഇതിനെടുക്കാം അല്ലേ? ഒന്ന് മതിയാ? ഒരെണ്ണം മതിയാ? ഒന്നും കൊടുത്താൽ വേറെ എണ്ണം എടുക്കാം. നല്ല വെയില് കിട്ടുന്നിടത്ത് വെക്കണം കേട്ടോ. ആയിക്കോട്ടെ. നല്ല ഇതുപോലത്തെ സ്ഥലം തന്നെ. ഈ കസ്റ്റമേഴ്സ് സ്കൂട്ടിയും കൊണ്ട് വന്നതുകൊണ്ട് ഇവർക്ക് കുറേ അധികം കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല. പക്ഷേ എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം അവർ എടുത്തിട്ടുണ്ട്. 2 പ്ലാവ്, ഒരു റംബുട്ടൻ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ പോകുന്നത്. അങ്ങനെ 2 കസ്റ്റമേഴ്സ് പെട്ടെന്നായിരുന്നു വന്നത്. അത് 2 കസ്റ്റമേഴ്സിനെയും സാധനങ്ങളെല്ലാം കൊടുത്ത് പറഞ്ഞയച്ചു. ഇനി നമുക്ക് അവരുടെ പരിപാടി എന്തായെന്ന് ഞാൻ നോക്കട്ടെ. തൈ മുറിച്ച് കഴിഞ്ഞോ ഇല്ലെന്ന് അറിയില്ല. അത് എവിടം വരെ ആയെന്ന് പോയി നോക്കിയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ബഡ്ഡിങ് അയക്കുന്നത്. ആ ബഡ് ചെയ്ത ഭാഗത്തെ കവറ് നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് തൈ അങ്ങോട്ടേക്ക് മാറ്റി വെക്കും. എന്നിട്ടാണ് തൈ കട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ ബഡ്ഡിങ് അയക്കാനുണ്ട്. ആ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ ആ സൈഡ് വരെ, അങ്ങേ അറ്റം വരെ ഈ ബഡ്ഡിങ് അയക്കാനുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ പച്ചക്കറി വിത്ത് പാകുന്നത്. ഒരു ട്രേയിൽ ഒരു 100 എണ്ണം ഉണ്ടാവും. ഒരു 100 കുഴി ഉണ്ടാവും. ഓരോ കുഴിയിൽ നമ്മൾ ഓരോ വിത്ത് വീതം വെച്ച് സെറ്റാക്കി എടുക്കും. ഇനി നമുക്ക് റബ്ബർ തൈയുടെ സെക്ഷനിലേക്ക് പോകാം. അവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് 160 റബ്ബർ തൈ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിനി ആ കാഴ്ചകളെല്ലാം കാണാം. ഇതിങ്ങനെ ഇങ്ങോട്ട് വരും. എന്നിട്ട് കുഴിയിൽ വെച്ച് വളം ഇട്ട് ഇങ്ങനെ കാലുകൊണ്ട് മണ്ണ് ചവിട്ടി ഉറപ്പിക്കല്ലേ.
ഉറപ്പിക്കരുത്. ആ. കൈ കൊണ്ട് മാത്രം കൈകൊണ്ട് കാണിക്കാൻ വേണ്ടി ഇളക്കിയത്. കാണിക്കാൻ വേണ്ടി ഇറക്കിയത്. എന്താന്ന് വെച്ചാല് ഇത് ചൈരിച്ചോറായോണ്ട് നമ്മള് ഇങ്ങനെ ആക്കുമ്പോ ഊർന്നു പോകും. ഊർന്നു പോവാം. പുറകുന്നൊരു കുത്തു കൊടുത്ത ആ തൂമ്പക്കേക്ക് ഒരു അല്ല ആയിക്കോട്ടെ. എന്തെങ്കിലും കൊണ്ടാ ഇങ്ങനെ തട്ടിയാൽ പറയാം. താഴോട്ട് തട്ടിയാൽ തട്ടിയാലും മതി. ഞാനിപ്പോ ഇതിന്റെ ഊരി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ അടുത്തിന് തട്ടിക്കോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി റബ്ബർ തൈ എടുത്തവർക്ക് കുറച്ച് വളവും കൂടി വേണം. ഇനി നമ്മൾ വളം എടുത്ത് ഓട്ടോയിൽ കയറ്റുന്നതാണ് ഇനിയുള്ളത്. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതുവരെയും കഴിഞ്ഞിട്ടൊന്നുമില്ല, പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. നാളെ ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.